കോട്ടയം നഗരസഭയുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും 211 കോടി രൂപ കാണാതായ സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് LDF നഗരസഭാ ഓഫീസിലേക്ക് മാർച്ചും നിൽപ്പ് സമരവും സംഘടിപ്പിച്ചു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന സാമ്പത്തിക ക്രമക്കേടുകളുടെ പശ്ചാത്തലത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ആവശ്യപ്പെട്ടു. കോടികളുടെ തട്ടിപ്പ് നടന്നതായി ആരോപണമുയർന്നിട്ടും സ്ഥലം MLA കൂടിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിക്കാൻ തയ്യാറാകാത്തത് ദുരൂഹമാണെന്നും അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ആരോപിച്ചു. അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണം 211 കോടി രൂപയുടെ തട്ടിപ്പിന് 90% പിടിക്കപ്പെട്ടിട്ടും കോട്ടയം MLAയുടെ നാവിറങ്ങിപ്പോയോ എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ കോട്ടയം പ്രസ് ക്ലബിൽ ചെന്ന് പത്രസമ്മേളനം നടത്തി. 4 ദിവസമായിട്ടും ഈ MLA കോട്ടയം നഗരത്തിൽ നിന്നും ഒളിച്ചോടി എന്ന് പറയുന്നത് ലജ്ജാകരമാണ്, നാണമില്ലാത്ത കാര്യമാണ്. നിങ്ങൾ ഇവിടെ ഈ കുറ്റം UDFന്റെ ഭരണസമിതിയുടെ കുറ്റം സമ്മതിക്കല്ലേ ചെയ്യുന്നത്? നഗരസഭയിലെ UDF ഭരണസമിതി മുൻതൂക്കം നൽകുന്നത് വികസനത്തിനല്ല തട്ടിപ്പിനാണെന്നും അദ്ദേഹം ആരോപിച്ചു. CPI മണ്ഡലം സെക്രട്ടറി TC ബിനോയി അധ്യക്ഷനായിരുന്നു. ഇടതുമുന്നണി നേതാക്കളായ MK പ്രഭാകരൻ, B ശശികുമാർ, ജോജി കുറത്തിയാടൻ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ഷീജ അനിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ചൊവ്വാഴ്ച ഇടതുമുന്നണി യോഗം ചേർന്ന് തുടർ സമര പരിപാടികൾക്ക് രൂപം നൽകുമെന്നും നേതാക്കൾ അറിയിച്ചു. നഗരസഭയിലെ സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് BJPയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച നഗരസഭയ്ക്ക് മുന്നിൽ സമരം നടത്തും.